Hello friends, Assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ എങ്ങനെ ഒരു ചിക്കൻ കറി ചെയ്യാമെന്നുള്ള ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ വെറ്റൽ മുളക് ഉണ്ടല്ലോ, ചുവന്ന കളറിലുള്ള മുളക്, അത് നീളത്തിലുള്ളതും ഉണ്ടമുളകും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. വല്ലാതെ ഫ്രൈ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു കടായി വയ്ക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2-3 എണ്ണ എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അത് കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള കൂടുതൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കറിയുടെ ടേസ്റ്റും കൂടും കേട്ടോ. എന്നിട്ട് ഈ സവാള ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമോ, 2-3 പച്ചമുളക് ഒന്ന് കീറിയിടാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക്. അപ്പോൾ നമ്മളിവിടെ സവാളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ഉണ്ടല്ലോ, എരിവുള്ളത്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അങ്ങനെ തന്നെ കുറച്ച് നേരം ഒന്ന് വെക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ മുളകും അണ്ടിപ്പരിപ്പും ഉണ്ടല്ലോ, അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തക്കാളി വലുത് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം. നമുക്ക് അരച്ചെടുത്ത പേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിയിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ ഒരു എന്താ പറയുക പേസ്റ്റ് മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ കറി ഗ്രേവി ആയിട്ട് കിട്ടുന്നുണ്ട്. പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട്
വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ടേസ്റ്റ് ശരിക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രേവി ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്തപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചോറായിക്കോട്ടെ അല്ലെങ്കിൽ ഗീ റൈസോ അല്ലെങ്കിൽ എന്ത് പലഹാരം ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു കറി നല്ല ബെസ്റ്റ് കോംബോ ആണ്. നമ്മൾ ഉണ്ടാക്കിയത് ജീരക റൈസാണ് കേട്ടോ. ജീരക റൈസും ഈ ഒരു കറിയും കൂട്ടിയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. നല്ല കിഡുമായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ സീ യു വിത്ത് അനദർ വൺ. ആൻഡ് ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.